അന്ന് വലിയ കഷ്ടപ്പെട്ടൊക്കെയാണ് പോകുന്നത്. പമ്പയ്ക്കെതിരെ ചെറിയ പാലമൊക്കെ ഉള്ള കാലത്ത് വലിയ മഴയൊക്കെ വന്ന് ഞങ്ങൾ വളരെ ആശങ്കയോടുകൂടി ഇരുന്ന കാലമൊക്കെ എനിക്ക് വന്നു. പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 7-ലോ 8-ലോ പഠിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ പോയി. അന്ന് അടൂർ ബാസി കൂടെയാണ്. അച്ഛനും അടൂർ ബാസിയും ഞാനും എന്നെയും കൂടെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അടൂർ ബാസിയെ കാണാൻ ആളൊക്കെ ഇങ്ങനെ കൂടും. അടൂർ ബാസിയവരെയൊക്കെ സന്തോഷിപ്പിക്കുന്നതിന് ഫലിതമൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്നൊക്കെ കയറി. അന്ന് ഞാൻ കൊച്ചുകുട്ടിയാണ്. ഞാനിങ്ങനെ ചെറുപറയൊക്കെ കയറി പോവല്ലേ. ഇവരൊക്കെ ഇരുന്ന് പോകും. അങ്ങനെയാണ് ആദ്യം പോകുന്നത്. ശരിക്കും കാലിലും മുള്ളും കാലിക്ക് മത്തേന്ന് പറഞ്ഞൊരു കാലയളവാണ് നീലിമല കയറ്റം കഠിനം തന്നെയാണെന്ന്. അങ്ങനെയൊക്കെ കയറിയ ഒരു കാലം. പിന്നെ ഞാൻ ഒരു അഡൽട്ട് ആയതിനു ശേഷം ഞാൻ തനിച്ച് സ്ഥിരമായി ബസ്സിൽ കയറി പോകുമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. KTDCയുടെ ഒരു ബസ് ഉണ്ടായിരുന്നു. പമ്പയിൽ പോയിട്ട് ഞാൻ പതുക്കെ നടന്ന് പല പ്രാവശ്യം ഞാനിങ്ങനെ തനിച്ച് പോയി തുടങ്ങി. പിന്നെ ഞാൻ IAS ഒക്കെ കിട്ടിയതിന് ശേഷം കോഴിക്കോട് കളക്ടറൊക്കെ ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ ഈ പോലീസുകാരുടെ അടുത്തൊന്നും പറഞ്ഞ് അങ്ങനെ പ്രത്യേക പ്രിവിലേജൊന്നും തൊഴാറില്ല. അങ്ങനെ ഞാനവിടെ ക്യൂ ഒക്കെ, അന്ന് ഇത്രയും ക്യൂ ഒന്നുമില്ല, 86 87 എന്നാലും ക്യൂ ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഏതെങ്കിലും പോലീസുകാരൻ സാർ എന്തിവിടെ ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേക്ക് തൊഴിച്ചിട്ടുണ്ട്. അതൊരു ഘട്ടം. അങ്ങനെ ഞാൻ ഈ പറയുന്ന അവരുടെ അക്കോമഡേഷനൊക്കെ പിന്നെ ബ്ലാക്കിലൊക്കെ വാങ്ങിച്ച് എനിക്ക് അക്കോമഡേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് പണ്ട്. അതൊക്കെ എനിക്കറിയാം, അന്ന് തന്നെ ഉണ്ട്. പിന്നെ വളരെ കാലം കഴിഞ്ഞാണ് ഞാൻ അങ്ങനെ ഒരു പല ഘട്ടങ്ങളിലൂടെ ഞാൻ അയ്യപ്പനെ ദർശിച്ചിട്ടുണ്ട്. എന്റെ എല്ലാ ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിലും അയ്യപ്പനെ പോയി കാണുക എന്നുള്ളത് ഞാനൊരു നിഷ്ഠയായിട്ട് സൂക്ഷിച്ചതാണ്. എന്റെ IAS പരീക്ഷയ്ക്ക് മുമ്പും സർവീസ് കയറിയപ്പോഴും ഒക്കെ തന്നെ ഓരോന്നും നമ്മളിങ്ങനെ ശബരിമല ദർശനം കൊണ്ടിങ്ങനെ അടയാളപ്പെടുത്തുക എന്നുള്ള ഒരു രീതി ഉണ്ട്. അയ്യപ്പനെ പോയി തൊഴണം കേട്ടോ. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയ ഒരാളാണ് ഞാൻ. ഏറ്റവും ഒടുവിൽ പിന്നെ ചീഫ് സെക്രട്ടറി ആവുന്ന സമയത്ത് ഞാൻ തലേദിവസം പോയി തൊഴുതിട്ട് മാത്രമേ അന്ന് രാത്രി ഇറങ്ങി. അത് അന്നിവിടെ കിടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടുന്ന് വൈകിട്ട് പോയി തൊഴുത് ഓടിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചാർജ് എടുക്കുന്നത്. അത് എനിക്ക് തോന്നി അങ്ങനെ ഒരു സംരക്ഷണം വേണ്ട ഒരു ജോലിയാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പം തന്നെ ഹൈ പവർ കമ്മിറ്റിയുടെ ചാർജ് ഉണ്ട്. എനിക്ക് ഹൈ പവർ കമ്മിറ്റിയുടെ ചാർജ് ഉണ്ട്. ആ ചാർജ് ഞാൻ കുറെ കാലം ഇരുന്നു. അതുകൊണ്ടുണ്ടായ ഗുണം 2 ഗുണങ്ങൾ കിട്ടി. ശബരിമലയുടെ എല്ലാ ഭൂമിശാസ്ത്രം എനിക്കറിയാം. ഭൂമിശാസ്ത്രം ആർക്കും അറിയാൻ പറ്റും. ഭൂമിശാസ്ത്രം മാത്രമല്ല, അവിടുത്തെ മറ്റു തരത്തിലുള്ള ശാസ്ത്രങ്ങളും എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കി. അവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, നടക്കാതിരിക്കുന്നത്. അതിനകത്തൊക്കെ ഒരു കോമ്പറ്റൻസിയുടെ പ്രശ്നമൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഫുൾ പവർ ഓഫ് ബോർഡിന്റെ പൂർണ്ണമായ അധികാരത്തോടുകൂടി ഞാൻ ഏതാണ്ട് ഒരു 1.5 വർഷം ദേവസ്വം ബോർഡിന്റെ ചീഫ് കമ്മീഷണറായിരുന്നു. അങ്ങനെ ഒരു വകുപ്പ് ഈ നിയമത്തിലുണ്ട്. ബോർഡിന്റെ അഭാവത്തിൽ ദേവസ്വത്തിന്റെ ചാർജുള്ള സെക്രട്ടറി ചീഫ് കമ്മീഷണറാണ്. അയാൾക്ക് ബോർഡിന്റെ ഫുൾ പവർ ഉണ്ടാകും.